വ്യക്തിപരമായി എനിക്ക് യോജിപ്പില്ല. അപ്പോൾ സ്വാഭാവികമായും ജില്ലയിൽ മത്സരിപ്പിക്കപ്പെടേണ്ട ആളുകൾ പല സമവാക്യങ്ങളും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏത് പാർട്ടിയായാലും മുന്നണിയായാലും ഒക്കെ പല സമവാക്യങ്ങളും അത് പരിശോധിച്ച് മാത്രമേ സ്ഥാനാർത്ഥികൾ നിൽക്കുള്ളൂ. ആ സമവാക്യത്തിലൊക്കെ ചെറിയ ചെറിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നു കോൺഗ്രസിന് എന്നത് യാഥാർത്ഥ്യമാണ്. നാദാപുരം മേഖലയിൽ കോൺഗ്രസും ലീഗുമായിട്ടുള്ള പ്രശ്നങ്ങൾ ലീഗിന് അനുകൂലമായ ഒരു സമീപനമാണ് DCC സെക്രട്ടറിയായ താങ്കൾ എടുക്കുന്നത് എന്നും അടുത്ത നിയമസഭാ സീറ്റിന്റെ ലക്ഷ്യം വെച്ചാണെന്നുള്ള പ്രചരണം കോൺഗ്രസിന്റെ ഒരു വിഭാഗം നേതാക്കൾ ഉയർത്തുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? ഞാൻ അങ്ങനെ ആരും ഉയർത്തിയതായിട്ട് കണ്ടിട്ടില്ല. മറ്റൊരു കാര്യം, നാദാപുരം നിയോജക മണ്ഡലത്തിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകാൻ ആരാണ് വരുന്നത് അല്ലെങ്കിൽ പാർട്ടി ആരെയാണ് തീരുമാനിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിയാകാൻ ഞാൻ വരുന്നു എന്ന കാര്യം ശരിയല്ല. പാർട്ടി തീരുമാനിക്കുന്നവർ സ്ഥാനാർത്ഥി. നാദാപുരം മേഖലയിൽ ഇപ്പോൾ സജീവ സാന്നിധ്യമായി താങ്കൾ രംഗപ്രവേശനം ചെയ്യുന്നതിന് പിന്നിലുള്ള കാര്യം ഇതാണ് എന്നുള്ള ഒരു പൊതു ചർച്ച പാർട്ടി അണികൾക്കുള്ളിലുണ്ട്. ഞാൻ കഴിഞ്ഞ 20 വർഷമായി നാദാപുരം നിയോജകമണ്ഡലത്തിലെ പാർട്ടി ചാർജും പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി തന്നെ ഞാൻ പോയത്. ഞാൻ കുറ്റ്യാടി നിയോജകമണ്ഡലത്തിലാണെങ്കിലും നാദാപുരത്തെ പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തിലും എനിക്ക് നാദാപുരത്തെ പാർട്ടിയുടെ ചാർജായിരുന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹി എന്ന നിലയിൽ. അതുകൊണ്ട് നാദാപുരത്തെ കാര്യത്തിൽ ഇടപെട്ടു എന്നല്ലാതെ അത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമോ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയമോ ഒന്നും ബന്ധപ്പെടുത്തിയല്ല. അത് അങ്ങനെ ഒരു അഭിപ്രായം കോൺഗ്രസിന്റെ ഏതെങ്കിലും പ്രവർത്തകന്മാർക്കുണ്ട് എന്ന അഭിപ്രായം എനിക്കില്ല. അത് ഇവിടെ ഇസ്മയിലിന്റെ അഭിപ്രായം മാത്രമായി ഞാൻ കാണുകയാണ്. സീറ്റ് ലഭിക്കാൻ സാധ്യതയുണ്ടോ? ഒരിക്കലും അതിനെക്കുറിച്ച് പറയാൻ സാധ്യമല്ല. ചിലപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി കോൺഗ്രസിന്റെ സീറ്റിൽ നാദാപുരം കോൺഗ്രസിനാണെന്ന് ഉറപ്പിച്ചാൽ ആ കാര്യത്തിൽ പാർട്ടി സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. മത്സരിക്കുമ്പോൾ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. 100% പാർട്ടി കയറാനുള്ള ഇടം കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ലിസ്റ്റിൽ കയറാൻ ഇടം കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല. ലിസ്റ്റിലൊക്കെ കയറാൻ ഇടം കിട്ടും, ലിസ്റ്റിൽ ഉണ്ടാവും. പാർട്ടി അന്തിമമായി ഏതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടി മതേതര ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് കോൺഗ്രസ് പാർട്ടിക്ക് ഈ സംസ്ഥാനത്ത് പാർട്ടി സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ എന്നെ തീരുമാനിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ പാർട്ടി എന്നെ തീരുമാനിക്കും. എന്നോട് പാർട്ടി നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ ഒന്നും അഭിപ്രായ വ്യത്യാസമില്ല. തിരിച്ച് തീരുമാനമുണ്ടായാൽ അതൊരു പ്രയാസമുണ്ടാക്കും എന്നൊന്നും അഭിപ്രായമൊന്നും എനിക്കില്ല. കാരണം സ്വാഭാവികമായും സംസ്ഥാനത്തെ പാർട്ടി നേതൃത്വം അങ്ങനെ എടുക്കുന്ന തീരുമാനം പലപ്പോഴും ശരിയായ തീരുമാനം എടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. നാദാപുരം ബ്ലോക്കിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിരുന്നു മുരളി വിഭാഗം കോൺഗ്രസിന്റെ അനുകൂലിയായ CV കുഞ്ഞികൃഷ്ണൻ. CV കുഞ്ഞികൃഷ്ണന്റെ അഭാവം പാർട്ടിയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. കോൺഗ്രസിനെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. കോൺഗ്രസിൽ K കരുണാകരൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്, K മുരളീധരൻ പോയിട്ടുണ്ട്. കോൺഗ്രസിൽ ഒട്ടേറെ പ്രഗത്ഭന്മാർ പല ഘട്ടത്തിലും പുറത്തു പോയിട്ടുണ്ട്. പുറത്തു പോയവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. കോൺഗ്രസിൽ ആര് വന്നാലും പോയാലും ഒക്കെ കോൺഗ്രസിൻ്റെതായ പാരമ്പര്യം നിലനിർത്തുവാൻ സാധിക്കും. ചെറിയ ക്ഷീണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ K കരുണാകരൻ്റെ കൂടെ പുറത്തുപോയ CV കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ ആ ഒഴിച്ചുപോക്ക് പാർട്ടി അനുഭാവികളുടെ പോക്കുണ്ടായതുകൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ വ്യക്തികൾ എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്ന പ്രശ്നമില്ല, അല്ലെങ്കിൽ പ്രാധാന്യം ഉണ്ടാകുന്ന പ്രശ്നവുമില്ല. ഒരു പ്രവർത്തകൻ പോയതുകൊണ്ട് ആ പ്രദേശത്ത് നഷ്ടങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാകും എന്നല്ലാതെ കോൺഗ്രസ് പാർട്ടിയിൽ ആരൊക്കെ പോകും, എത്രയോ ആളുകൾ പോയിട്ടുണ്ട്, പോയ ആളുകളൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അതാണ് കോൺഗ്രസിൻ്റെ ഒരു പശ്ചാത്തലം. CV കോൺഗ്രസിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ആദ്യമുണ്ടായിരുന്ന ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനവും മറ്റ് ഔദ്യോഗിക സ്ഥാനങ്ങളും കൊടുക്കാൻ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുവാൻ ഈ വേദി ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അതൊക്കെ പാർട്ടിയുടെ നയപരമായ കാര്യമാണ്. അത് എന്തായാലും വരുന്ന ആളുകളെ പാർട്ടിയിൽ നിന്നും അകറ്റുന്ന പ്രശ്നമില്ല. അവർക്ക് അല്ല CV അതിന് അർഹനാണ് എന്നുള്ള അഭിപ്രായം താങ്കൾക്കുണ്ട്? CV കുഞ്ഞികൃഷ്ണനെ എന്നൊരു വ്യക്തിയെക്കുറിച്ചാണെങ്കിൽ ഞാൻ ചർച്ചയ്ക്ക് തയ്യാറാണ്. CV കുഞ്ഞികൃഷ്ണൻ പഴയ കാലത്തെ കോൺഗ്രസിന്റെ നല്ല ഒരു സജീവ പ്രവർത്തകനും അതുപോലെ തന്നെ നല്ല നേതൃത്വ പാഠവും കഴിവുള്ള നേതാവാണ്. കോൺഗ്രസ് പാർട്ടിയിൽ K മുരളീധരന് പോലും ഇടം കിട്ടുവാൻ ഒട്ടേറെ പ്രയാസപ്പെടുന്ന ഈ സാഹചര്യത്തിൽ വരുന്ന ആളുകൾക്ക് എന്ത് സീറ്റ് കൊടുക്കും അല്ലെങ്കിൽ എന്ത് പോസ്റ്റ് കൊടുക്കും എന്നതിനെക്കുറിച്ച് ചർച്ച ഇപ്പോൾ ഉത്ഭവിക്കുന്ന പ്രശ്നമില്ല. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തോടൊപ്പം നാദാപുരം നിയോജക മണ്ഡലത്തിലും കുറ്റ്യാടിയിലും UDFന് 10,000-ലേറെ വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിച്ചിരുന്നു. ആ ഒരു മേൽക്കൈ ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ലഭിക്കുമെന്ന് കരുതുന്നുണ്ടോ? പാർലമെന്റ് തെരഞ്ഞെടുപ്പും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും തമ്മിൽ ഒട്ടേറെ വ്യത്യാസമുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമാണ്. വടകര താലൂക്കിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ പഴയ കെട്ടുറപ്പ് ആ പാർട്ടിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായ ഒരു സാഹചര്യം, ഒരു തരംഗം ഉണ്ടായത്. ഇന്നും മാർക്സിസ്റ്റ് പാർട്ടിക്ക് അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാര്യങ്ങൾ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകാൻ അതിൻ്റെ നേതൃത്വത്തിന് സാധിക്കാത്തതുകൊണ്ട് തന്നെ ആ പാർട്ടിക്ക് വേണ്ടി ഇന്നലകളിൽ പ്രവർത്തിച്ച ആളുകൾ UDFന് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത പോലെ ഈ തെരഞ്ഞെടുപ്പിനും വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വാസം. തെറ്റിപ്പിരിഞ്ഞ അതിർത്തരവായി UDF ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകളോ മറ്റോ നടത്തുന്നുണ്ടോ? പ്രത്യേകിച്ച് കുന്നുമ്മൽ, കാക്കട്ട് ആ ഭാഗങ്ങളിൽ? തീർച്ചയായും ചർച്ചയല്ല,
കുന്നുമ്മൽ പഞ്ചായത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി മെമ്പറായിരുന്ന ഒരാൾ ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിലുണ്ടായ പുതിയ ആ വിഭാഗീയത പലപ്പോഴും അംഗീകരിക്കുവാനും ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പഴയ ജമ്മിത്ത സ്വഭാവം അംഗീകരിക്കുവാൻ സാധിക്കാത്ത പ്രവർത്തകന്മാർ ആ പാർട്ടിയിൽ നിന്ന് ഒട്ടേറെ ആളുകൾ മാറി നിന്നിട്ടുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ കാലത്തൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായ വലിയൊരു വിഭാഗം ജനത അല്ലെങ്കിൽ പ്രവർത്തകന്മാർ ഇന്ന് ഇനാക്റ്റീവായിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കായികപരമായ ശക്തി പ്രകടിപ്പിക്കുവാൻ പലപ്പോഴും തയ്യാറായ ഒരു വലിയ വിഭാഗം ആളുകൾ അതിൽ നിന്നൊക്കെ മാറി അവർ ചെയ്യുന്നത് ഈ പാർട്ടിയുടെ ഗുണത്തിനല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ നേതാക്കന്മാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ക്രയശേഷിയും കായികശേഷിയും ഉപയോഗപ്പെടുത്തുമെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് അവർ ഇപ്പോൾ മാറി നിന്നിട്ടുണ്ട്. അത് അവർ മാത്രം മാറി നിന്നത് മാത്രമല്ല, വലിയൊരു വിഭാഗം ജനത ഇന്നലെ വരെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ആ പാർട്ടിയുടെ തൊഴിലാളി വിഭാഗത്തിൻ്റെ പാർട്ടി എന്ന രീതിയിൽ ആ പാർട്ടിയെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അവരോടൊപ്പം നിൽക്കുകയും ചെയ്ത ഒരു വലിയ വിഭാഗം ജനത ഈ മലയോര ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് നാദാപുരം നിയോജകമണ്ഡലത്തിലെയും നാദാപുരം കുറ്റ്യാടി നിയോജകമണ്ഡലത്തിലെ മലയോര ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ ആളുകൾ ആ പാർട്ടിയുമായി ബന്ധങ്ങൾ വിച്ഛേദിച്ച് അവരുമായി ബന്ധപ്പെടുന്ന ഒരു അവസ്ഥ പൂർണ്ണമായി ഒഴിവാക്കി മറ്റ് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ടാവുന്ന രീതിയിലും ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി പരസ്യമായി പ്രവർത്തിക്കുന്ന രീതിയിലും ഒക്കെ വന്നിട്ടുണ്ട്. LDF നാദാപുരം മേഖലയിൽ പ്രധാന പ്രചരണായുധമായി ഉപയോഗിക്കുന്നത് വികസന നേട്ടങ്ങളാണ്. അതിൽ പ്രധാനമായി പറയപ്പെടുന്ന കാര്യങ്ങൾ മന്ത്രി ബിനോയ് വിശ്വം നാദാപുരം മേഖലയിൽ ചെയ്ത വികസന നേട്ടങ്ങളാണ്. ഇതിനെ UDF ഏത് രീതിയിലാണ് പ്രതിരോധിക്കുന്നത്? സത്യത്തിൽ നാദാപുരം നിയോജക മണ്ഡലത്തിൽ ഒരു വികസനമുണ്ടായി എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇത്രയും കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPI എന്ന് പറയുന്ന പാർട്ടി പ്രതിനിധീകരിക്കുകയും ബിനോയ് വിശ്വൻ 2ാം തവണ MLA ആയപ്പോൾ കേരളത്തിലെ മന്ത്രിസഭയിൽ മന്ത്രിയാവുകയും ചെയ്തു. പ്രത്യേകിച്ച് വനം വകുപ്പ് മന്ത്രിയാവുകയും ചെയ്തു. ആ വനം വകുപ്പ് മന്ത്രിയായ ബിനോയ് വിശ്വത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ വെലങ്ങാട് നിന്നും ചിറമില്ലാത്തൊരു റോഡ് പോകും എന്ന വിശ്വാസം ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു. വനം വകുപ്പ് പോലും കൈകാര്യം ചെയ്തിട്ട് ആ ഒരു റോഡ് ഇല്ലാതെ പോയത് ആ പാർട്ടിയുടെയും ആ മുന്നണിയുടെയും ഒരവസ്ഥ കാണിക്കുന്ന മാത്രം. വികസനം ഒന്നും ഉണ്ടായിട്ടില്ല. അതിന് പ്രധാന തടസ്സമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ വനം നിയമമാണ് എന്നാണ് മന്ത്രി ബിനോയ് വിശ്വം പല വേദികളിലും ബിനോയ് വിശ്വം അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കാത്തത് അത് കേന്ദ്രത്തിന്റെ തലയിൽ വെക്കുകയാണ്. കേന്ദ്രം എന്നുള്ള നിയമങ്ങൾക്കുള്ളിൽ വെച്ചുകൊണ്ട് തന്നെ ഈ റോഡ് നിർമ്മിക്കാമായിരുന്നു. അതിന് ആവശ്യമായ രീതിയിൽ കേരള ഗവൺമെന്റും വനം വകുപ്പും ആവശ്യമായ സമ്മർദ്ദം കേന്ദ്ര നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യാൻ സാധിക്കുമായിരുന്നു. ചെയ്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് വികസന നേട്ടങ്ങളായി റോഡുകളും പാലങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മന്ത്രി ബിനോയ് വിശ്വം പലതവണ ഉയർത്തി കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഏത് രീതിയിലാണ് UDF പ്രതിരോധിക്കുന്നത്? ബിനോയ് വിശ്വം നാദാപുരം നിയോജകമണ്ഡലത്തിൽ കൊണ്ടുവന്ന വികസനം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ പിറന്നു വീണ ഒരു കുഞ്ഞിൻ്റെ വളർച്ചക്കനുസരിച്ച് ശരീരത്തിലുണ്ടായ വളർച്ചയല്ലാതെ, കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ നാട്ടിലുണ്ടായ വളർച്ചയല്ലാതെ മറ്റൊരു വിപ്ലവകരമായ ഒരു മാറ്റവും ഈ നിയോജകമണ്ഡലത്തിലുണ്ടായിട്ടില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ നാദാപുരം നിയോജകമണ്ഡലത്തിൽ മാത്രമല്ല, എല്ലാ നിയോജകമണ്ഡലത്തിലും ചെറിയ ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. ഇവിടെ ആ രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനം വന്നു എന്ന് പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. കാരണം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം, പ്രത്യേകിച്ച് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ടെക്നോളജി രംഗത്തും അതുപോലെ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തും വളരെ വിപുലമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുമ്പോൾ ഈ മലയോരത്തെ പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് പഠിക്കുവാൻ ഒരു എഞ്ചിനീയറിംഗ് കോളേജോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു സാങ്കേതിക വിദ്യാഭ്യാസമോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെ ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ മതിൽ കെട്ടിയത് വികസനമാണെന്ന് പറയുന്നതിനോട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യോജിപ്പില്ല. ഇപ്പോഴും സംഘർഷ മേഖലയായ നാദാപുരത്ത് സമാധാന പ്രക്രിയയിൽ സജീവ സാന്നിധ്യമായി മന്ത്രി ബിനോയ് വിശ്വത്തെ വ്യാഖ്യാനിക്കാറുണ്ട്. അതിനെക്കുറിച്ച് കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം കഴിഞ്ഞ 10 വർഷമായി ഈ പ്രദേശത്ത് സമാധാനമില്ലാത്ത അന്തരീക്ഷം അടിക്കടി ഉണ്ടാകുമ്പോഴും അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുവാൻ സാധിക്കാത്തത് അദ്ദേഹത്തിൻ്റെ നയപരമായ കഴിവുകളാണ്. മറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ അടുത്ത് അദ്ദേഹത്തിനാണ് നാദാപുരത്തെ സമാധാനത്തിന്റെ മുഖ്യ സൂത്രകാരൻ എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേക അവാർഡ് അടക്കം കിട്ടിയിട്ടുണ്ട്. അവാർഡുകളെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അവാർഡുകൾ ഉണ്ടാക്കാനും അവാർഡുകൾ കൊടുക്കാനും അവാർഡുകൾ വാങ്ങാനൊക്കെ നാട്ടിൽ ഒരുപാട് ആളുണ്ട്. അവാർഡിനെ കുറിച്ച് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, അവാർഡിനെ കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. കാരണം അതൊക്കെ പല ആളുകൾ സൃഷ്ടിക്കുന്ന അവാർഡുകളാണ്. പക്ഷെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, നാദാപുരത്ത് ക്രമസമാധാന പ്രശ്നമുണ്ടാകുമ്പോൾ ഓടി വന്നു. അത് MLA എന്നുള്ള MLAയുടെ ഉത്തരവാദിത്വമാണ്. അല്ലാതെ ഒരു ശാശ്വത സമാധാനത്തിന് ഒരു സംവിധാനവും കഴിഞ്ഞ കുറേ കാലമായി 10 വർഷമായി ഈ നിയോജകമണ്ഡലത്തിലെ MLA അദ്ദേഹമാണ്. അതിനു മുമ്പ് സത്യമൊകേരിയും അതുപോലെ CPI നേതാക്കന്മാരുമായിരുന്നു. അവരൊന്നും ഒരു ശാശ്വത സമാധാനത്തിന് അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു വലിയ പാർട്ടി എന്ന നിലയിൽ മാർക്സിസ്റ്റ് പാർട്ടിയായിരുന്നു പലപ്പോഴും നാദാപുരത്തുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ഭാഗത്ത് എന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയേട്ടൻ സംഭവത്തിൽ CPIക്കോ ബിനോയ് വിശ്വത്തിനോ ഒന്നും ചെയ്യാൻ സാധ്യതയില്ല.
ബിനോയ് വിശ്വം നന്നായി സമാധാന കമ്മിറ്റി യോഗത്തിൽ പ്രസംഗിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ സമാധാനം ഉണ്ടാക്കുവാൻ ഒരു സമാധാന ജാഥ നടത്തിയതുകൊണ്ടോ ഇവിടെ സമാധാനം ഉണ്ടാകുന്നില്ല. അതില്ല എന്ന് ഈ നാട്ടിന് അറിയാവുന്ന ആളുകൾക്കറിയാം. നാദാപുരം നിയോജകമണ്ഡലത്തിലെ 3 പഞ്ചായത്തുകളാണ് UDF ഭരിക്കുന്നത്. 3ഉം മുസ്ലിം ലീഗ് പ്രസിഡന്റുമാരാണ് ഭരിക്കുന്നത്. UDF സംവിധാനത്തിൽ നിൽക്കുന്നതോടൊപ്പം കോൺഗ്രസിന് പ്രത്യക്ഷത്തിൽ ഇവിടെ വേരോട്ടം ഉണ്ടായിരുന്നിട്ട് പോലും പല സ്ഥലത്തും സാന്നിധ്യം അറിയിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ഇത് സംഘടനാപരമായ വീഴ്ച തന്നെയല്ല എന്ന് പറഞ്ഞില്ല. കോൺഗ്രസ് ഈ നാദാപുര നിയോജകമണ്ഡലത്തിലെ ഗ്രാസ് റൂട്ട് ലെവലിൽ വളരെ ശക്തമായ പാർട്ടിയാണ്. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഈ പറയുന്ന 2ഉം 3ഉം പഞ്ചായത്തുകളിൽ ആ പഞ്ചായത്തിലെ ഗതി നിയന്ത്രിക്കുവാൻ പറ്റുന്ന പോപ്പുലേഷൻ കൂടുന്നുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ വാണിമൽ പഞ്ചായത്തായാലും അതുപോലെ നാദാപുരം പഞ്ചായത്തായാലും കായക്കൊടി പഞ്ചായത്തായാലും അല്ലെങ്കിൽ ചെക്കിയാട് പഞ്ചായത്തായാലും അത്തരം പഞ്ചായത്തുകളിലൊക്കെ മുസ്ലിം ലീഗിന് നിർണായകമായ സ്വാധീനമുണ്ട്. ഒരു മുന്നണി സംവിധാനത്തിൽ അത് വിട്ടുവീഴ്ച ചെയ്യുന്നു എന്നല്ലാതെ. അതുപോലെ തന്നെ മറ്റ് പല ചങ്ങരോത്ത് പഞ്ചായത്തായാലും ആയഞ്ചേരി പഞ്ചായത്തായാലും ഒക്കെ കോൺഗ്രസും പഞ്ചായത്ത് പ്രസിഡന്റാവുന്ന സാഹചര്യങ്ങളുണ്ട്. അതിലൊന്നും വലിയ കാര്യമായ പ്രശ്നമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ നാദാപുരം നിയോജകമണ്ഡലത്തിൽ 3ആണെങ്കിൽ അതിൻ്റെ 3 ഇരട്ടി പഞ്ചായത്തുകൾ കോൺഗ്രസിനോടൊപ്പം ഉണ്ടാകും, ഐക്യജനാധിപത്യത്തിനോടൊപ്പം ഉണ്ടാകും. അത് ഭൂരിപക്ഷവും കോൺഗ്രസ് തന്നെയായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. വാണിമേലിൽ നിങ്ങൾ പറഞ്ഞ രീതിയിൽ UDF സംവിധാനം വരികയാണെങ്കിൽ, ഭരണത്തിലേക്ക് UDF സംവിധാനം വരികയാണെങ്കിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസ് ക്ലെയിം ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നൊന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു പഞ്ചായത്തിലെയും പ്രസിഡന്റുമാരെ തീരുമാനിക്കേണ്ട എന്നാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പാർട്ടി ചിലപ്പോൾ ഒരു പല പഞ്ചായത്തുകളിലും നേരത്തെ ഇസ്മയിൽ ചോദിച്ചതുപോലെ തുടർച്ചയായി മുസ്ലിം ലീഗ് തന്നെ പ്രസിഡന്റ് ആവുന്നതിനെക്കുറിച്ച് സ്വാഭാവികമായും പ്രത്യേകിച്ച് വടകര താലൂക്കിൽ ഈ മേഖല UDFന് ലഭിക്കുന്ന പഞ്ചായത്തുകൾ അത് മുസ്ലിം ലീഗ് തന്നെ ആവുന്നതിനെക്കുറിച്ച് കോൺഗ്രസ് പാർട്ടി അണികളിലൊക്കെ പലപ്പോഴും അതിനെക്കുറിച്ച് ചർച്ച നടക്കാറുണ്ട്. പക്ഷേ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്നതിൽ അത് കോൺഗ്രസ് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ കാര്യത്തിൽ വളരെ വ്യക്തമായ നിലപാടെടുത്ത് മുമ്പോട്ട് പോകും. വീറും വാശിയോടും കൂടിയും തെരഞ്ഞെടുപ്പ് രംഗം സജീവമാകുമ്പോഴും സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധ നേടിയ അപൂർവം പഞ്ചായത്തുകളിലൊന്നാണ് വാണിമേൽ. UDFലെ സഖ്യകക്ഷികളായ കോൺഗ്രസും ലീഗും പരസ്പരം പോരടിക്കുന്ന വാണിമേൽ എവിടെയും ചർച്ചാ വിഷയമാണ്. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും സാധ്യതകളോടൊപ്പം CPMന്റെ നയപരമായി എതിർക്കുക എന്ന ദൗത്യം കൂടിയാണ് കോൺഗ്രസ് ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. വാണിമേലടക്കമുള്ള നാദാപുരം നിയോജകമണ്ഡലത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കോൺഗ്രസ് ലീഗ് തർക്കങ്ങൾക്ക് പരിഹാരമെന്ന നിലയിൽ ഓടി നടന്ന അപൂർവ നേതാക്കളിൽ ഒരാളായിരുന്നു DCC സെക്രട്ടറി കൂടിയായ VM ചന്ദ്രൻ. ഈ പരിപാടിയിൽ നമ്മളോടൊപ്പം എത്തിച്ചേർന്ന VM ചന്ദ്രന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു.